ഞാനൊരു സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങളും എപ്പോഴും ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴോ മനസ്സിൽ കയറിക്കൂടിയതാണ് കുറേ സ്ഥലങ്ങൾ കാണണം, വിസിറ്റ് ചെയ്യണം. എനിക്കാണെങ്കിലോ എൻ്റെ കയ്യിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട്, എൻ്റെ കൊച്ച്, ഞാൻ വിളിക്കുന്ന എൻ്റെ ഡിയോ ബേബി. അതും കൊണ്ട് ഇങ്ങനെ പോകാവുന്ന സ്ഥലങ്ങളെല്ലാം കറങ്ങി നടന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. അതെല്ലാം കണ്ട് നടന്ന ഞാൻ കുറച്ച് നാളുകൾക്ക് മുൻപ് ചെറുപ്പത്തിൽ മനസ്സിൽ കൂടിയ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൂട്ടി വെച്ച് എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സമ്പാദ്യം കരുതി അങ്ങനെ പുറപ്പെട്ടൊരു യാത്രയാണിത്. എനിക്ക് ഇതിനോടൊരു തരം എന്താ പറഞ്ഞു ഭ്രാന്തെന്ന് പറയാം. അതിനകത്തേക്ക് അറിയാണ്ട് നമ്മൾ വീണു പോയതാ. അപ്പം എന്നെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ ജംഗ്ഷൻ വരെ പോയാൽ അതെനിക്ക് ഭയങ്കര വലിയ യാത്രയാണ്. ഞാനത് എൻജോയ് ചെയ്യുന്നു. വീട്ടിൽ ഇരുന്ന് മടുത്ത് കഴിഞ്ഞാൽ നോർമലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി എടുക്കുക, അനിയത്തിയെ കൂട്ടുക, ചുമ്മാ ഞങ്ങൾ ലൈറ്റ് കാണാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവമാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഞാൻ എവിടെ ഇരിക്കുന്നെന്നുള്ളത്. എന്നെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ വരും. അതും ഇപ്പോൾ ഞാൻ വീട്ടിൽ ഫാമിലിയുടെ സപ്പോർട്ട്, ഫാമിലിയുടെ കൂടെ ഒന്നും അല്ല ഇവിടെ വന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. ഇത് ഞാനിങ്ങനെ കടന്നു വന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ പാസ്റ്റിൽ നടന്നു പോയ കുറേ സംഭവങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ ഇതിനൊന്നും ഉള്ളൊരു അവസരമേ ഉണ്ടാകത്തില്ല. എല്ലാവരെയും പോലെ എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ ആ ഒരു ട്രാക്കിൽ അങ്ങനെ പോകേണ്ട ഒരാളാണ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും എന്നെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഞാൻ കണ്ട എന്തോ ഒരു സ്വപ്നത്തിന്റെയോ എപ്പോഴോ ഞാൻ ആഗ്രഹിച്ച കുറെ ആഗ്രഹങ്ങളുടെ ഒരു ഭാഗമായിട്ട് തുടങ്ങി വെച്ചാണ്. ഒന്നും ആയിട്ടില്ല. ഞാൻ ആക്ച്വലി ഇത്രയും ലോങ് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. ഇതിപ്പം എങ്ങനെയാണെങ്കിലും ഒരു 10 ദിവസം പ്ലസ് വീണ്ടും വരും. അപ്പം അങ്ങനെ വരുമ്പം അതിൻ്റെ ഒരു എന്താ പറഞ്ഞ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ശരിക്കും പെട്ടെന്ന് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് കഴിയട്ടെ, ഇത് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അധികം പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ ഇതിങ്ങനെ സീക്രട്ടായിട്ട് വെച്ചേക്കും. എല്ലായിടം എന്നിട്ട് മാക്സിമം പറ്റുന്നിടമൊക്കെ കണ്ടിട്ട് നമുക്ക് എന്താ പറഞ്ഞേ, ഞാൻ ഇത്രയും ചെയ്തെങ്കിൽ അതെനിക്കൊരു അച്ചീവ്മെന്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറെ സപ്പോർട്ട് കിട്ടിയിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. കുറെ പെണ്ണുങ്ങൾ സപ്പോർട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതൊരു അച്ചീവ്മെന്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് നോക്കാം. സ്ഥലം കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് ഈ ആർട്ടിഫിഷ്യൽ കൺസ്ട്രക്ഷനും പൊതുവെ വലിയ താല്പര്യമില്ല. പിന്നെ എന്ന് വെച്ചിട്ട് ഇപ്പൊ ഈ മോഡേൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കൊള്ളാം. കുറച്ചേക്ക് പഴയ ആൾക്കാരുടെ ബുദ്ധിയും അവരുടെ കുറച്ച് കഴിവൊക്കെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആക്ച്വലി ഇതിന്റെയൊക്കെ പിന്നിന്റെ കുറെ ഹിസ്റ്ററി കാണുമല്ലോ. അത് കുറെ കൂടെ അറിയാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അതിനൊക്കെ സ്ഥലം കണ്ടു കഴിഞ്ഞിട്ട് ഗൂഗിളിൽ വല്ലൊന്നും കണ്ടുപിടിക്കണം എന്താ സംഭവം. വേറെ പ്രശ്നം ഇഷ്ടപ്പെട്ടു. ക്ലൈമറ്റ് കുറച്ചുകൂടി നല്ലായിരുന്നെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നെ തോന്നുന്നു. ഭയങ്കര ചൂടായതിന്റെ ഒരു പ്രശ്നമുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പം. ഇതാണ് നമ്മൾ കണ്ട കുത്തപ്പിനാർ. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഇതിനകത്തൊന്നും കയറി കാണാൻ ഇവർ സമ്മതിക്കത്തില്ല. ഇവിടെ വന്നു നിന്നാൽ ഗൈസ് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. മുഴുവൻ പ്ലെയിനുകൾ തേരാപ്പാര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം കേട്ടോ. പക്ഷേ റെഡ് ഫോർട്ട്, മലയാളത്തിൽ പറഞ്ഞ ചുവപ്പ് കോട്ട. ഇതും ഇവരെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ലേ ഈ ചുമല കളറിലാണ് കേട്ടോ.
കുറേ ദൂരമുണ്ട്. നടന്ന് 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 നമ്മൾ മടുക്കും. നമ്മുടെ ഇപ്പം ഉള്ള ഈ ടെക്നോളജികളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഇവർ ആ കാലഘട്ടത്തിൽ ഇത്രയും വലിയ കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ എത്ര ആൾക്കാരുടെ എഫേർട്ടായിരിക്കും അല്ലേ. അവരുടെ ഒരു ഈ ആർക്കിടെക്ചറൽ ഒരു കൺസെപ്റ്റൊക്കെ ഭയങ്കര രസമുണ്ട്. കുറേ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതിങ്ങനെയൊക്കെ ആക്കിയത്. എന്തായാലും കാണുമ്പോൾ എന്താ പറയുക, നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നും. പഴയ ആൾക്കാരുടെ കഴിവിനെ നമ്മൾ എന്തായാലും ഇഷ്ടപ്പെടും ഇത് കാണുമ്പോഴേക്കും. ജുമാ മസ്ജിദും ആഗ്ര ഫോർട്ടും പിന്നെ താജ്മഹൽ നമ്മൾ അതിൻ്റെ ബാക്ക് വ്യൂ ആണ് കണ്ടത്. പുറകു വശത്തു നിന്ന് കാണാൻ പറ്റുന്നത് കൊണ്ട് ആ വ്യൂ ആണ് കണ്ടത്. അത് സൺസെറ്റ് വെച്ചിട്ടാണ് കണ്ടത്, ആ സമയത്താണ് കണ്ടത്. അപ്പം അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവരുടെ മിക്കവാറും എല്ലാ കൺസ്ട്രക്ഷനും എല്ലാം മറ്റേ റെഡ് ഫോർട്ട് ആ ഒരു ടെക്സ്ചർ എല്ലാം റെഡ് കളറ് അല്ലെ മെറൂൺ കളറ് അങ്ങനെയാണ് വെച്ചേക്കുന്നത്. കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. നമ്മുടെ ഈ മോർണിംഗ്സിൽ സൺറൈസ് തരുന്ന ഒരു പവർ ഉണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറെൻ്റാണ് എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ. ഫുള്ള് പച്ച കളറിലെ മലകളും അതിനകത്ത് സൂര്യൻ ഇങ്ങനെ വലിയ പവറൊന്നും ഇല്ലാതെ ലൈറ്റായിട്ടുള്ളൊരു സൂര്യനും താഴെ പച്ച കളറിൽ ഒഴുകുന്നൊരു നദിയും. പിന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഒരു നാട് പോലെയൊന്നുമല്ല. പിന്നെ വേറെ കുറേ മനുഷ്യർ, അവർ പറയുന്ന ഭാഷകളൊന്നും എനിക്കറിയില്ല, വേറെ കുറേ ആൾക്കാർ. അതൊരു ഭയങ്കര ഫീല് തന്നൊരു മൊമെൻ്റ് ആയിരുന്നു. അതുവരെ യാത്ര ചെയ്തതിൻ്റെ മടുപ്പൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ളൊരു പവർ വന്നത് ആ ഒറ്റ സെക്കൻഡിൽ കിട്ടിയ ആ ഒരു വ്യൂ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് പോയത് മണാലിയിലെ ടെമ്പിളിലായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ പിക്ചറിലെല്ലാം കണ്ടിട്ടുള്ള ടെമ്പിൾ എന്ന് പറയുമ്പോഴേക്കും കണ്ടിട്ടില്ലേ, പല തട്ടിലിങ്ങനെ ഷീറ്റ് കൊണ്ടാണ് അതിൻ്റെ ഗോപുരം. അപ്പോൾ അതിൽ നിറച്ചിങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സീനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് ശരിക്കും മണാലിയുടെ ഉൾപ്രദേശമാണ്, അവരുടെ ഉള്ളതിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പം ഞാൻ പോയ ടൈം ഈ മഞ്ഞൊന്നും ഇല്ലാത്തൊരു സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ ചെന്നപ്പോൾ അവിടെ കണ്ടത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ആ തണുപ്പ് ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ആ ഒരു പീസ്ഫുൾനെസ്സും കിട്ടിയത് നമ്മൾ ആ ചെരുപ്പൂരിട്ട്
തറയിൽ ചവിട്ടിയ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഫുള്ള് ഭയങ്കര കൂളാണ്. അപ്പോൾ കുറേ ഒരു പൈൻ ഫോറസ്റ്റിനകത്തായിരുന്നു ഈ ടെമ്പിൾ ഇരിക്കുന്നത്. എല്ലാവരും ഭയങ്കര വിശ്വാസത്തോടു കൂടി തന്നെയാണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ പോലും. അപ്പം ഞാനും അതുപോലെ തന്നെ അവർ ഒരു ക്യൂ പാലിച്ചിട്ടുണ്ടായിരുന്നു, അതിലൂടെ അവിടെ അകത്ത് കയറി. അതൊരു നല്ല അനുഭവമായിരുന്നു. പിന്നെ കുറച്ച് നേരം ആ പൈൻ ഫോറസ്റ്റിൽ ഇരുന്നു. പിന്നെ അവിടെ ആൾക്കാരും അവരുടെ വേഷങ്ങൾ കുറേ പേര് അവരിങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. വരുന്നവർ അവരുടെ വേഷം അണിയിച്ച് അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം അതെല്ലാം കണ്ടു. പിന്നെ അതിനുശേഷം അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ ആ ഒരു നാടിൻ്റെ ഒരു സൈലൻറ്റ് ഭാഗമാണ്. എല്ലാം ഭയങ്കര കാമായി ക്വയറ്റായിട്ട് പോകുന്നൊരു സ്ഥലം. പിന്നെ കുറേ ബുദ്ധിസ്റ്റുകളുടെ ഒരു ഏരിയ കൂടിയാണ്. അപ്പം നമ്മൾ ചെല്ലുമ്പോഴേക്കും അവരുടെ പ്രെയർ വീലുണ്ടല്ലോ, അപ്പം ഒരു ബുദ്ധ ടെമ്പിളിൽ പോയി. അപ്പോൾ അവരുടെ പ്രെയർ വീലൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മളതെല്ലാം ഇങ്ങനെ കറക്കണം. പിന്നെ അവരുടെ മറ്റേ ഫ്ലാഗ്, ആ ഫ്ലാഗ് ഭയങ്കര നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. കുറേ കളറും അത് കുറേ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൂടെ എല്ലാം നടന്നു. അത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റീഫ്രഷ് ആവുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞാൻ കണ്ടത് ബിസി സ്ട്രീറ്റ് ആയിരുന്നു. അത് മണാലിയുടെ വേറൊരു ഫേസ് ആയിരുന്നു. അവിടെ എന്ന് വെച്ചാൽ എല്ലാവരും തിരക്കിട്ട് ഓടുന്നു, ഒത്തിരി കച്ചവടങ്ങൾ, സ്ട്രീറ്റ് ഭയങ്കര ബിസി ആയിരുന്നു. എല്ലാം അവിടെ ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം, ആൾക്കാരെല്ലാം നമ്മുടെ നാട്ടിലെ പോലെ വലിയ ജോലികൾ വേണമെന്നൊന്നും ആരും പ്രിഫർ ചെയ്യുന്നില്ല. എല്ലാവരും ചെറിയ ചെറിയ ജോലികൾ ചെയ്താണെങ്കിലും അവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു കാര്യം, ഒരു അങ്കിള് ചാർലി ചാപ്ലിൻ്റെ വേഷം ഇട്ടിട്ട് വെറുതെ പുള്ളി ഇങ്ങനെ കോമിക്കായിട്ട് വെറുതെ ഓരോന്നിങ്ങനെ അഭിനയിക്കുന്നു, ആൾക്കാർ വന്ന് പൈസ കൊടുക്കുന്നു. പുള്ളി എല്ലാവരെയും ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നു. പുള്ളി ഓക്കെയാണ്, പുള്ളി അതൊരു ജോലിയായിട്ട് ചെയ്യുന്നു. അങ്ങനെ അവിടെ എല്ലാവരും ചെറുതും വലുതുമായ കുറേ ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു ബിസി സ്ട്രീറ്റ്. അതായിരുന്നു അവിടുത്തെ രാത്രി കാഴ്ച. എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ വിറയിൽ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് അറിയാമല്ലോ, നല്ലതായിട്ട് തണുക്കുന്നുണ്ട്. പിന്നെ ഈ സ്ട്രീറ്റ് മുഴുവൻ കറങ്ങി നടന്നിട്ട് അവസാനേ ഈ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഇത്രയും രസമുള്ളൊരു സാധനം ഉണ്ടെന്ന് ഒന്നുമില്ല. ഒരു 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും, വെറുതെ ആ ചേട്ടനൊന്ന് പറഞ്ഞു തന്നപ്പോഴത്തേക്കും കയറി വന്ന് കണ്ടിട്ട് ഇത്രയും ഇന്നൊരു ദിവസം മുഴുവൻ അലഞ്ഞപ്പോൾ കിട്ടിയ സന്തോഷം ഒരൊറ്റ മൊമെൻറ്റിൽ എന്ത് രസമാണ് കാണാൻ. അയ്യോ രക്ഷയില്ല, ഭയങ്കര തന്നെ. ഇത് തന്നെ
കുറേ മല ഇങ്ങനെ കയറിയാണ് ഈ റോത്തങ് പാസ് ഏറ്റവും ടോപ്പിൽ ചെല്ലുന്നത്. അതായത് മണാലി ടൗണിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന മലയുടെ മണ്ടയ്ക്കോട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പുഴയുടെ സൈഡിൽ കൊണ്ട് നിർത്തി ഡ്രൈവർ അത് കാണാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ ആക്ച്വലി കാണുന്ന എൻ്റെ സ്വഭാവമല്ല അവിടെ നിങ്ങൾ കാണുന്നത്. മൊത്തത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മളത് എൻജോയ് ചെയ്ത് പോവും ആ മൊമെൻറ്റിൽ. പിന്നെ കുറേ നേരം അവിടെ വെള്ളത്തിൽ കളിച്ചു. വെള്ളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ച് എടുക്കുന്ന ഐസ് കട്ടയുടെ അവസ്ഥയാണ്. ട്രാവൽ ചെയ്ത് മേളിൽ ചെന്ന് ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് നമ്മൾ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ മഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച് ചെല്ലുന്ന ആ വൈറ്റ് കളറിലെ മഞ്ഞുണ്ടല്ലോ, അതിങ്ങനെ അടുത്തടുത്ത് നമ്മുടെ അടുത്തോട്ട് വരുന്നൊരു മൊമെൻറ്റ് ഭയങ്കര പറയാൻ പറ്റത്തില്ല. നമ്മൾ അത്രയും കൊതിച്ചു പോകുന്ന ആ ഒരു സമയം, അങ്ങനെ ഏറ്റവും ടോപ്പിൽ ചെന്ന ആ ഒരു സന്തോഷമായിരുന്നത്. ആഗ്രഹമായിരുന്നു ഈ മഞ്ഞ് കാണണമെന്നുള്ളത് കേട്ടോ. ഇപ്പൊ ഈ കാണാത്തത് കാണുമ്പോൾ ആക്രാന്തം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. എനിക്ക് തികയുന്നില്ല ഇതിനകത്ത് കിടന്ന് കളിച്ചിട്ട്. കൈയൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും വിചാരിച്ചില്ല എന്നെ കൊണ്ട് എത്തിപ്പെടാൻ പറ്റുമല്ലേ, എനിക്കിത് പറ്റും. ഞാൻ കുറെ ഇതൊക്കെ നമ്മളെ കൊണ്ടൊന്നും സാധിക്കുന്നല്ലോ, പ്രത്യേകിച്ച് പെൺപിള്ളേരെ കൊണ്ട് പറ്റുന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ എത്തിപ്പെട്ടു കേട്ടോ. മഞ്ഞിനകത്തായിരിക്കുന്നത് മരച്ചിരിക്കുക, പക്ഷെ തികയുന്നില്ല. കുറച്ച് വാരി തിന്നു, കുറച്ച് കഴിഞ്ഞിട്ട് വാരി കുറച്ച് നേരം ഇതിനകത്ത് കിടന്നു, കുറച്ച് നേരം കൂടെ കിടന്ന് മറിയാം ആരോഗ്യം പോകുന്നിടം വരെ. എന്തായാലും എന്താ പറഞ്ഞാൽ എൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഇത്. കുഞ്ഞിലെ മുതൽ ആഗ്രഹിച്ചിട്ട്, എന്നെ അറിയാവുന്നവർക്കറിയാം എന്നെ കൊണ്ട് ഇത് പോസിബിൾ ആകുന്നൊരു കാര്യമേ ആണെന്ന് ആരും ചിന്തിക്കത്തില്ല. പക്ഷേ ഞാനിവിടെ എത്തി. ഞാൻ ഭയങ്കര ഒരു വർക്കിലാണ് ചിത്തിറങ്ങി. ടാറ്റാ. റോത്തങ് പാസിൽ അന്ന് -5 ആയിരുന്നു, -5 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഞാൻ കുറേ നേരം ഈ മഞ്ഞ് സ്നോഫോൾ കാണണമെന്ന് പറഞ്ഞ് നിന്ന് ലാസ്റ്റ് ആ മൊമെൻറ്റിൽ എനിക്കതും കാണാൻ പറ്റി.
എല്ലാം വിജയിച്ചെടുക്കും എൻ്റെ മുന്നേ. പിന്നെ ഈ യാത്രയിൽ ഏറ്റവും നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട ഒരേ ഒരു സാധനം അവിടെ കിട്ടുന്നത് മാഗി മാത്രമാണ്. മാഗി നൂഡിൽസ്. പോയിട്ട് തിരിച്ചു വരുന്നിടം വരെ മാഗി നൂഡിൽസിലാണ് ഞാൻ പിടിച്ചു നിന്നത്. പിന്നെ അവർ ചപ്പാത്തിയൊക്കെ തരും, പക്ഷെ നമ്മൾക്ക് അത് പൊതുവേ ഇപ്പോൾ ഒരു ദിവസമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പിന്നെ അത് മടുപ്പാണ്. പിന്നെ ഇഷ്ടത്തോടു കൂടിയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടേസ്റ്റിൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം മാഗി നൂഡിൽസ് ആയിരുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നൂഡിൽസ്, മാഗി, ഇതിലാണ് യാത്ര മുന്നോട്ട് പോയത്. എന്നാ പറയാൻ, എന്നെ കാണുമ്പോൾ അറിയാലോ. നമ്മളിങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് കാണുന്ന റൂട്ടിൽ ലാസ്റ്റ് നമ്മൾ വന്ന് എൻഡിലെത്തുമ്പോഴേക്കും പിന്നെ ആ റിവറാണ് കാണുന്നത്. അപ്പം അവിടെ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ കരയിൽ കിടക്കുന്ന ഈ കല്ലുകളെല്ലാം ഭയങ്കര പോളിഷ്ഡ് ആയിരുന്നു, ചെറിയ ചെറിയ ഉരുണ്ട കല്ലുകൾ. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോയപ്പോഴേ നമ്മളോട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഭയങ്കര ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് അടുത്തേക്ക് പോകല്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ജസ്റ്റ് അതെല്ലാം അവിടെ പോയി കണ്ടിട്ട് തിരിച്ച് കയറിപ്പോയി. അത് നല്ല കുത്തി ഒഴുകുന്ന പുഴയായിരുന്നു. അടിപൊളി, കളർഫുള്ളാണ് ശരിക്കും. കാണാം രസമാണ്. ഇറക്കി വയ്യ വയ്യ. പിന്നെ നമ്മൾ നേരെ പോയത് അടൽ ടണലാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഇപ്പം നമുക്ക് ഏറ്റവും റീസെൻ്റ്ലി വന്നൊരു ടണലാണത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴും ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ചാൽ സ്നോഫോളാണ്, മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴയായി. കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് അവിടെ, നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്നവരാണെങ്കിലും. അവിടെയും ഭയങ്കര മഴയായിരുന്നു എത്തിയപ്പോഴേക്കും. പിന്നെ അടൽ ടണലിൽ കൂടി അത്രയും കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് സോലങ് വാലിയിലേക്കായിരുന്നു.
ഈ സോലങ്ക് വാലിയിൽ നിങ്ങൾക്കറിയാമല്ലോ മറ്റേ കേബിൾ കാറുണ്ട്, അതിൽ നമുക്ക് കയറി ട്രാവൽ ചെയ്യാം. സോലങ്ക് വാലി നമ്മൾ മിക്കവാറും ഫിലിമിലെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ, പക്ഷെ അത് ഫുൾ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന സിറ്റുവേഷനിലാണ്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കാണുന്നത് ജസ്റ്റ് പുല്ലുള്ള ഒരു മൈതാനം പോലെ അത്രേ ഉള്ളൂ. കാരണം മഞ്ഞ് വീഴുന്ന സീസണിലല്ലല്ലോ നമ്മൾ ചെന്നത്. പിന്നെ അവിടെ പാരാഗ്ലൈഡിങ്ങിനായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ബലൂൺ പോലെ, അതിനകത്ത് കയറിയിട്ട് നമ്മൾ കാറ്റിൻ്റെ ദിശ അനുസരിച്ച്. അപ്പം ഓൾറെഡി ക്ലൈമറ്റ് മഴയായതുകൊണ്ട് അവർക്ക് പാരാഗ്ലൈഡിങ് ഉണ്ടായിരുന്നില്ല, അപ്പം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അതിൽ കൂടി കുറേ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ പശുവിനെ മേയാൻ വിട്ടേക്കുന്ന പോലെ അവിടെ നിറച്ച് കുതിരകളായിരുന്നു. കുതിരകളിങ്ങനെ അതിലേക്കൂടെ നടന്ന് പുല്ലൊക്കെ തിന്ന് നടക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല റഷുള്ള ടൈമായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ 2-3 ദിവസം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഈ യാത്ര ചെയ്യുന്നവർക്കെല്ലാം ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, ഈ കൾച്ചറിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ ഫുഡിൽ വരുന്ന മാറ്റം ഇത് ശ്രദ്ധിക്കാനാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഞാനപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ നാടുമായിട്ട് വ്യത്യാസം വന്നു. എപ്പോഴും നമുക്ക് നാടിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ തന്നെയാണ് വളരെ ഭേദം, അവിടെ തന്നെയാണ് വളരെ സുഖം എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകളെ കണ്ടു, ഒത്തിരി മലയാളികളെ കണ്ടു. വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ആൾക്കാരത്ര ഇങ്ങനെ തട്ടിപ്പ് അങ്ങനത്തെ ഒന്നും ഇതുവരെ ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഫീൽ ചെയ്തില്ല. പിന്നെ ഫുഡാണെങ്കിലും നമ്മുടെ ഒരു ടേസ്റ്റ് അല്ലല്ലോ, കുറേ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ എല്ലാം കുറച്ച് സ്പൈസി അങ്ങനല്ലേ, എനിക്ക് നമ്മുടെ തന്നെയാണ് കുറച്ച് ഇഷ്ടം തോന്നിയത്. പിന്നെ ക്ലൈമറ്റ് ബേസ് പറഞ്ഞാൽ നമുക്കിങ്ങനെ അല്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ്, അതാണ് വ്യത്യാസം. കേരളത്തിൽ എപ്പോഴും എല്ലാം നമുക്ക് സഹിക്കാവുന്നത് പോലെ ഉള്ളൂ. ഇവിടെ തണുപ്പ് എക്സ്ട്രീമാണ്, ചൂട് വന്നാൽ അത് എക്സ്ട്രീമാണ്. പിന്നെ ഇവിടെ വന്ന് എന്താ പറഞ്ഞേ കണ്ടപ്പോൾ നമുക്കിങ്ങനെ കിട്ടാത്തത് കൊണ്ട് ഇവിടെ വന്ന് കണ്ടപ്പോൾ അതിൻ്റേതായൊരു പ്രത്യേകത. നല്ല കുളിർമഴയാണ്, നല്ല തണുപ്പുണ്ട്. കുറച്ചുകൂടി എന്താ പറഞ്ഞേ എല്ലാം കൺസ്ട്രക്ഷൻസ് എല്ലാം എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. ഇവർ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ അത്രയും ഡെവലപ്ഡ് അല്ല. പ്രകൃതി അവർ കുറച്ചുകൂടെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനൊരു 2 വീലർ ക്രൈസ് പിടിച്ച് നടക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ആദ്യമേ അവിടെ നിന്ന് ലാസ്റ്റ് ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഒരു 2 വീലർ റെൻ്റ് എടുത്തു. അപ്പം എനിക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടി, അങ്ങനെ അതിലായിരുന്നു പിറ്റേ ദിവസത്തെ യാത്ര. രാവിലെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യം പോകുന്ന വഴിക്ക് കണ്ടെന്ന് വെച്ചാൽ ഒരു ബ്രിഡ്ജ്, അതൊരു ഫോട്ടോ പോയിൻ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഫുള്ള് മറ്റേ ടിബറ്റൻ ഫ്ലാഗ് കെട്ടിയിരിക്കുക. അതിൻ്റെ ഒരു അട്രാക്ഷൻ ഭയങ്കരമാണ്. കുറച്ച് നേരം ആ ബ്രിഡ്ജിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, അത് അടിപൊളിയായിരുന്നു. പിന്നെ ആ വണ്ടിയിലായിരുന്നു യാത്ര. നേരെ പോയത് കസോൾ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. ഒത്തിരി ദൂരം നമുക്ക് റൈഡ് ഉണ്ടായിരുന്നു, ഒത്തിരി ദൂരം ട്രാവൽ ചെയ്താണ് അവിടെ എത്തിയത്. പിന്നെ മണികരൻ ടെമ്പിളിൽ പോയി. മണികരൻ ടെമ്പിളിൽ പോയ ടെമ്പിൾ തരുന്ന ഒരു ആംബിയൻസ് ഭയങ്കര വ്യത്യാസമാണ്. അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു സാധനം ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ആണ്. അവിടെ എല്ലായിടത്തും ടെമ്പിളിൽ ഫോക്കസ് ചെയ്ത് കുറേ ഏരിയയിൽ അവരിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്, അതിനകത്ത് ഹോട്ട് വാട്ടറാണ് വരുന്നത്. അവിടെ ആൾക്കാരിങ്ങനെ കുളിക്കാനുള്ള സ്പേസും സംഭവമൊക്കെ കണ്ടു. പക്ഷേ അതല്ലാതെ തന്നെ താഴെ കൂടെ വലിയൊരു നദി ഒഴുകുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോകുമ്പം ആ ജസ്റ്റ് ഉള്ള മലയുടെ ഇടയ്ക്കൂടെ എല്ലാം വരുന്നത്, നമ്മുടെ ഇവിടെ തണുത്ത വെള്ളം വരുന്ന പോലെ അതിനകത്തൂടെ വരുന്നത് ചൂടുവെള്ളമാണ്. പക്ഷേ എന്തോ ഒരു സ്മെല്ല് ഡിഫറൻസ് ഫീൽ ചെയ്തു ആ വെള്ളത്തിന്. അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണല്ലോ. ആ ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ആയിരുന്നു അതിലുള്ളതിൽ. ഭയങ്കര എന്താ പറയുക, നമുക്ക് അത്ഭുതം തോന്നിയൊരു സാധനം. പിന്നെ കസോളായിരുന്നു പിന്നീട് ഫോക്കസ് ചെയ്തത്. കസോളിലേക്ക് പോയി.
പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പം ടെൻറ്റിനകത്തെ എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പാർവതി റിവറിൻ്റെ ആ സൗണ്ടാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. പാർവതി റിവറിൻ്റെ സൗണ്ട്, പാർവതി റിവർ ഭയങ്കര സൈലൻ്റായിട്ട് ഒഴുകുന്നൊരു നദിയല്ല, കുത്തി ഒഴുകുന്ന നദി. അപ്പം എന്താ പറയുക, വെള്ളം പതഞ്ഞൊഴുകുന്നൊരു നദി. അപ്പം അതിൻ്റെ ആ സൗണ്ട് കേട്ടിട്ടാണ് രാവിലെ ഞാൻ ഉണരുന്നത് തന്നെ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ടെൻറ്റിൻ്റെ പുറത്തേക്ക് കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ഫുള്ള് ഫോഗാണ്. നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു മല, അത് നിറച്ച് പച്ചപ്പ്, അതിനകത്ത് മഴ, ഈ റിവറിൻ്റെ സൗണ്ട്, അത്രയും കൂടി കൂട്ടി തണുപ്പ്, ഭയങ്കര ഫീലുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു അത്. ഞാൻ അങ്ങോട്ട് പോയത് ട്രെയിനിലായിരുന്നല്ലോ. അപ്പം 2-3 ദിവസം ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്ത് അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അതിലൊക്കെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഈ യാത്രയിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഭവം എൻ്റെ റിട്ടേൺ വന്നത് ഞാൻ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് വന്നത്. അതായിരുന്നു കിട്ടിയതിൽ എന്താ പറയുക, എല്ലാം ഭയങ്കര റെയർ മൊമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ഫ്ലൈറ്റിൽ കയറിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ ഏറ്റവും ഡിഫറെൻ്റായിട്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് രാവിലെ കയറി, അവിടുന്ന് കയറി ഒരു പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് കയറി. അപ്പോൾ അത് ഞാൻ ഡേ വ്യൂ ഫുള്ള് കണ്ടു. എന്നിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് വീണ്ടും അടുത്ത ഫ്ലൈറ്റ് എടുത്തത് രാത്രിയിലായിരുന്നു. എന്താ പറഞ്ഞേ, ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ച്, ഇത് ആദ്യം ഇതങ്ങോട്ട് എടുക്കുന്ന ഒരു ടൈമിലുള്ളൊരു വെപ്രാളം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. എന്തോ ഒരു ചിലപ്പോൾ ഇനി ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടത്തില്ലല്ലോ ഈ ഒരു എക്സ്പീരിയൻസ്. അത് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് തരുന്നൊരു അനുഭവം, അല്ല തരുന്നൊരു സന്തോഷം, പേടി, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു കളർഫുൾ മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ രാത്രിയിൽ കയറിയപ്പോൾ കാണുന്നത് വെച്ചാൽ എന്ത് രസമാണ്, താഴെ ഫുള്ള് ലൈറ്റ്, എല്ലാ ചെറിയ 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 ഡോട്ടുകളായിട്ട് ഓരോ വീടുകളിലെ ലൈറ്റുകളായിരിക്കാം. അത് തന്നൊരു ഈ യാത്രയിലെ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടിയൊരു മൊമെൻ്റ് അതായിരുന്നു, എൻ്റെ ഫ്ലൈറ്റ് യാത്ര. കുറേ ദിവസത്തെ യാത്രകൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് പോയിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു സാധനം നമ്മുടെ ഫുഡാണ്. ചോറ്, മീൻകറി, ചിക്കൻ കറി. അപ്പം ആദ്യമേ അതിനകത്തേക്ക് അതെവിടെ കിട്ടുമെന്നുള്ള അന്വേഷിച്ചുള്ള പോക്കായിരുന്നു, ഒരു ഓട്ടമായിരുന്നു. പിന്നെ നമ്മൾ എവിടെയെല്ലാം പോയി എന്തൊക്കെ കണ്ടാലും തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പം നമുക്കൊരു സമാധാനമാണ്. നമ്മൾ യാത്ര എത്ര സ്നേഹിച്ച് എവിടെല്ലാം പോയെന്ന് പറഞ്ഞാലും തിരിച്ച് വന്ന് നാട്ടിൽ വന്ന് കാല് കുത്തുമ്പം എത്തി, നമ്മൾ സേഫായി എന്നുള്ളൊരു തോന്നലാണ്. അപ്പം അങ്ങനെ തിരിച്ച് കൊച്ചിയിൽ വന്നു. എൻ്റെ യാത്ര അവസാനിപ്പിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. നിങ്ങൾക്ക് കാണാം ഇപ്പം ഈ സൂര്യൻ എന്താ പറഞ്ഞേ താഴ്ന്നു പോകുന്നു, നാളെ വീണ്ടും ഇതേ പ്രകാശത്തോടു കൂടി തിരിച്ചു വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ യാത്ര ഒരുപാട് ഞാൻ സ്വപ്നം കണ്ട, എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിൽ കൂടി മഞ്ഞ് കാണണം എന്ന് ആഗ്രഹിച്ച് ഞാൻ തുടങ്ങി വെച്ച എൻ്റെ ഈ യാത്ര, ഈ സൂര്യൻ ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്ന പോലെ തന്നെ ഈ യാത്ര ചെറുതായിട്ട് ഞാനിവിടെ അവസാനിപ്പിച്ചു. നാളെ വീണ്ടും സൂര്യൻ പവർഫുള്ളായിട്ട് എഴുന്നേക്കും. അപ്പോൾ അതുപോലെ തന്നെ പുതിയ എൻ്റെ എന്താ പറഞ്ഞേ സ്ഥലങ്ങൾ കാണാൻ, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ചെറിയ ചെറിയ യാത്രകളാണെങ്കിലും അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എന്തായാലും അത് തേടിയുള്ള എൻ്റെ അടുത്ത ദിനങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ്.